ഞങ്ങൾ സുബഹി മുതൽ അസർ വരെ അവിടെ നിലകൊണ്ട് ആ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അക്യുറേറ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് അസറിന് ഞങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോ ആ മനുഷ്യൻ വീണ്ടും ഇതാ ബാങ്ക് വിളി കേട്ടുകൊണ്ട് അസറിന് ജമാഅത്തിന് വന്നവനാണ്. അല്ലാഹ്, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും നിസ്കരിക്കുകയായിരുന്നവർ, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നിസ്കാരത്തിലായിരുന്നുവെന്ന് സാലിഹീങ്ങളെ കുറിച്ച്, പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നവരെ കുറിച്ച് മലക്കുകൾ അല്ലാഹുവിനോട് പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ രണ്ട് ടൈമിലായി ഡെയിലി മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് നമ്മുടെ നന്മ തിന്മകൾ എത്തിക്കുന്നുണ്ട്. ഇത് പള്ളിയെ നിസ്കരിക്കാൻ വന്നവന്റെ കാര്യമായി പറയുന്നത് കേട്ടോ. അവൻ നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നു. മറ്റവൻ മണിച്ചൻ വാട്ടർ അടിച്ചോണ്ട് അവിടെ കറങ്ങുന്ന കണ്ടു എന്ന് അതും പറയും. അവിടെ കള്ളു പിടിച്ചോണ്ട് ഇപ്പൊ ആചാര്യ ആകാശത്തോട്ട് ഇങ്ങനെ വലിച്ചു വിടുന്ന കണ്ടായിരുന്നു, റൗണ്ട് ചെയ്ത് പുക വിടുന്നത് കണ്ടായിരുന്നു. ബാത്റൂമിൽ ഇരുന്ന് പള്ളി നിസ്കരിക്കാൻ കണ്ടില്ല. ആചാര്യ പള്ളിയിലെ ബാത്റൂമിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പുക വലിച്ച് പുറത്തോട്ട് വിടുകയാണ്. ചില ആളുകൾക്ക് അങ്ങനെയാ, പള്ളിയുടെ ബാത്റൂം കാണുമ്പോൾ രണ്ടെണ്ണം ഒന്ന് വലിക്കാൻ തോന്നും. പള്ളിയിലെ മുസ്ലിയാർ ബാത്റൂമിന്റെ താക്കോല് വാങ്ങിച്ച് അതിനകത്ത് കയറി ഇരുന്നിട്ട് വലിക്കുക. അല്ലാഹു ആക്കട്ടെ. എല്ലായിടത്തെ അവസ്ഥയല്ല, ചില സ്ഥലങ്ങളിൽ. ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഒന്ന് കയറിയിരുന്നോളെ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഈ ഓരോ കസേര, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച ആ ഒഴിവുള്ള കസേരയിലേക്ക് ഒന്ന് കയറിയിരിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള കസേരയിലേക്ക് കയറിയിരുന്നോളെ. അല്ലാഹു അനുഗ്രഹിക്കും. ആ കുറച്ചും കൂടി നിങ്ങൾ മക്കളൊന്ന് കസേരയായിട്ട് ഇങ്ങോട്ട് ഇരുന്നാലും റാഹത്താണ്. ഇങ്ങോട്ട് കയറിയിരുന്നോളെ. ആ ഏറ്റവും ബാക്കിലുള്ളവരെ അവരങ്ങനെ ഇരുന്ന സിറാത്ത് പാലം പോലെ അങ്ങ് നീണ്ടു അടുത്തിരുന്നോട്ടെ. ആ ഇനി ആ ഓരോ കസേര ഒഴിവുള്ളവരേക്കും കയറിയിരിക്കുകയും ചെയ്യാം, കയറി ഇരിക്കുകയും ചെയ്യാം. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഒന്ന് കയറിയിരുന്നല്ലോ. ആ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്തോട്ട് വാ, സദസ്സി വാ. അല്ല നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന എന്തെങ്കിലും ചോദിച്ചെടുക്കാൻ പറ്റൂല. നമ്മുടെ അടുത്തോട്ട് ദൂരെ പോയിരുന്ന എങ്ങനെ പിരികൊടുക്കും? കേറിയിരുന്നോളി. വാ, ഏറ്റവും ബാക്കിൽ കസേര ഒഴിഞ്ഞു കിടന്നോട്ടെ, വിഷയമല്ല. നിങ്ങളിങ്ങ് ഫ്രണ്ടിക്ക് പോയാ അല്ലാഹു കബൂലാക്കട്ടെ. എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതേപോലെ നാളെ അല്ലാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പോരെ, ഇങ്ങോട്ട് പോരെ. എന്ത് നമ്മുടെ ഷഹീറുണ്ടോ അവിടെ? കല്ലമ്പലത്ത് പോയോ? ഉണ്ടോ? ആളില്ലേ? എന്തിയാ കൈ ഉയർത്തിക്ക? ആ അവിടെ ഉണ്ട്. ആ ഞാൻ ഓർത്തിനി പോയെന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊന്ന് ആമീൻ പറയുന്നത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. മാഷാ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കബൂലാക്കുമാറാവട്ടെ. നാഫിയായാലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ എല്ലാ ദിവസത്തെ അമലുകൾ 2 പ്രാവശ്യമായിട്ട് ആകാശത്തേക്ക് ഉയർത്തും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ബേസിക് അറിവുകളാണ്. ഇതൊക്കെ മനസ്സിലാക്കണം, നേരത്തെ മനസ്സിലാക്കേണ്ടതാണ്. ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഇന്നത് മനസ്സിലാക്കിയിട്ട് പോവുക. 3 ഘട്ടങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുക. ഒന്ന്, ഡെയിലി ഉയർത്തും. സുബഹി കഴിഞ്ഞും അസറിന് ശേഷവും. അതിന്റെ കോലവാ പറഞ്ഞത് ഹദീസ്. ഇനി ആഴ്ചയിൽ ഉയർത്തും. അതെപ്പോഴാണ്? തിങ്കളും വ്യാഴവും. ഈ ഡെയിലി ഉയർത്തുന്നത് ഓരോ നിസ്കാരത്തിന്റെ പിറകിലാണ്. എന്തുകൊണ്ട്? ആ ഉയർത്തപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കാൻ കഴിയണം. എന്ത്? ഈ മലക്കൾ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴും നിസ്കാരത്തിലായിരുന്നു, തിരിച്ചു വരുമ്പോഴും നിസ്കരിക്കുമായിരുന്നു എന്ന് പറയും സാലിഹീങ്ങളെ കുറിച്ച്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ആ അമലിന് ഗ്രേഡ് കൂടുകയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് 2 നിസ്കാരം മനുഷ്യൻ അശ്രദ്ധ പതിപ്പിക്കുന്നതാണ് ഇന്ന് ഹദീസിൽ കാണാം. ഒന്ന് സുബഹി, മറ്റൊന്ന് അസർ. ശരിയല്ലേ? സുബഹിയുടെ സമയത്ത് നല്ല ഉറക്കം, അസറിന്റെ സമയത്തും മട്ടൻ ബിരിയാണി, കുഴിമന്തി, കിഴി പൊറോട്ട ഒക്കെ അടിച്ചിട്ട് അപ്പോഴും ഉറക്കം. ഇത് 2 നിസ്കാരവും നാളത്തെ ഞായറാഴ്ചയാണ്, വല്ല കല്യാണം ഉണ്ട്, റമദാന് തൊട്ട് മുമ്പത്തെയാണ്. വടച്ചവനെ ഇനി ഇതുപോലെ പകല് കഴിക്കാൻ പറ്റൂല എന്ന് കരുതി 3 പ്ലേറ്റ് അങ്ങ് അടിച്ചിട്ട് പിന്നെ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം എന്താ? പിന്നെ ഒരു പണിക്കും പോരാ, എത്രയും പെട്ടെന്ന് വീടെത്തണം. ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞാൽ ചില ആചാര്യന്മാര് വണ്ടി പറപ്പിക്കുക. എങ്ങോട്ട് ഒരിടത്ത് പോകണം, വേഗം പോയിട്ട് എന്താ പരിപാടി? AC ഇട്ടിട്ട് വേഗം കിടന്ന് ഉറങ്ങണം. ഭക്ഷണം കഴിച്ചാൽ കൊണ്ട് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുകയാണ് വേണ്ടത്. നേരെ തിരിച്ചാണ്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്ന് ഉറങ്ങണം. പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചാൽ, സെൻട്രലിൽ പോയി നല്ല മട്ടനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലാ റാഹത്തായിട്ട് എവിടെയെങ്കിലും സൈഡ് ആകണം. അല്ല നെല്ലിയൊക്കെ അടിച്ചിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും സൈഡ് ആക്കി. ആ അവസ്ഥ. അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകട്ടെ.
റിസ്ക് അല്ലാഹു വിശാലമാക്കി തരട്ടെ. ഒക്കെ വേണ്ടുന്ന തന്നെയാണ്. ഏതായാലും തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കണം, കഴിയുമെങ്കിൽ. എന്തിനു വേണ്ടി? ആരോഗ്യദായകമായി. എല്ലാ തിങ്കളും വ്യാഴവും അമലിന് ഉയർത്തപ്പെടും. അതുകൊണ്ടാണ് ആ 2 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തിങ്കളാഴ്ച നോമ്പിനെ പറ്റി നബിയോട് ചോദിച്ചപ്പോൾ നബി പറഞ്ഞതാണ്, ഫീഹി ഉലിതു, ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് സയ്യിദുനാ റസൂലുള്ളാഹി. തിങ്കളും വ്യാഴവും കഴിയുമെങ്കിൽ നോമ്പനുഷ്ഠിക്കണം. എത്രയോ സഹോദരിമാര് പണ്ട് മുതലേ ചെയ്തു വന്നവരുണ്ട്. എന്റെ ഭാര്യയുടെ ഉപ്പ, അദ്ദേഹം ഏകദേശം 23 വർഷമായിട്ട് തിങ്കളും വ്യാഴവും നോമ്പാണ്. അല്ലാത്ത മനുഷ്യൻ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആകെ പെടും. വ്യാഴവും തിങ്കളും ഞാൻ അങ്ങോട്ട് പോകാറില്ല. കാരണം നമ്മൾ നോമ്പ് പിടിച്ചില്ലേന്ന് അവർ കരുതത്തില്ല. നമ്മൾ ഈ വായന കഴിഞ്ഞ ഓട്ടത്തിന് ഞാൻ ദിവസം ഏതെങ്കിലും വല്ല സുന്നത്ത് നോമ്പ് മാത്രമൊക്കെ പിടിച്ചൊക്കെയാണ് നമ്മളൊക്കെ പിടിക്കുന്നത്. തിങ്കളും വ്യാഴവും 23 വർഷമായിട്ട് അടുപ്പിച്ച് നോമ്പ്. അതങ്ങനെ ദായിമായപ്പോൾ മൂപ്പര് നോമ്പ് കേട്ടങ്ങ് ഇണങ്ങി. റമദാനിലൊന്നും ഒരു പ്രശ്നമല്ലാതായി. റമദാനിലൊക്കെ കൂളായിട്ട് കൊണ്ട് നിൽക്കാൻ. എന്താ പ്രശ്നം? കാരണം അത് എല്ലാ ആഴ്ചയും നോമ്പ് പിടിച്ച് ശീലിച്ചു പോയി. നമ്മളൊക്കെ നോമ്പ് പിടിച്ചാൽ ഭയങ്കര സംഭവമാക്കണം. വൈകിട്ട് ഭയങ്കര ഫുഡ് ഉണ്ടാക്കണം, ഭയങ്കര പരിപാടി, ഭയങ്കര വിഭവസം. പറഞ്ഞ് നോമ്പായിരുന്നു ക്ഷീണം കാണിക്കുന്നു. തുപ്പി 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 ചെരുപ്പിനകത്ത് തുപ്പുന്നു, പള്ളിയിൽ തുപ്പുന്നു, പള്ളിയിലെ മുസ്ലിയാരെ ശൂഹിക്കകത്ത് തുപ്പുന്നു, ആകെ തുപ്പല്. ജനലിൽ കൂടെ തുപ്പലെന്ന് പറഞ്ഞാൽ അതിലേ കൂടെ തന്നെ തുപ്പും. ഭയങ്കര സംഭവം കാണിക്കുകയാണ്. ഭയങ്കര നോമ്പിന്റെ ക്ഷീണവും ഭയങ്കര ഇത്. തറാവീഹ് ആകെ 20 റക്അത്താ ഉള്ളത്. വരുന്നത് തന്നെ 2 റക്അത്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് തന്നെ അനന്തരം മുതൽ താഴോട്ട് പോകുന്ന മുസ്ലിയാർ എവിടെ ഉണ്ടെന്ന് വാട്സാപ്പിൽ ഇട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇന്നടുത്തുണ്ടെന്ന് അറിയുമ്പോൾ ആ പള്ളിയിലേക്ക് മാത്രമേ പോവുള്ളൂ. അതിന് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോകണം, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് പോകണം, 15 മിനിറ്റ് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. 350 ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് വിടുകയാണ്. യാ അല്ലാഹ്, എത്രയും പെട്ടെന്ന് തീരുന്ന മുസ്ലിയാരാണോ മൂപ്പർക്ക് ഒരു കുലുക്കി സർബത്തും വാങ്ങിച്ചു കൊടുത്ത് റാഹത്ത് മുസ്ലിയാരെ ഒന്ന് സൂപ്പിച്ച്, ഉസ്താദെ തമാം അടിപൊളി, നമ്മുടെ ഈ ഭാഗത്ത് എവിടെയില്ല ഇത്ര സ്പീഡിൽ പോകുന്നത്, ഉസ്താദ് സൂപ്പറാണ്, മറ്റേതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് ഉസ്താദിന് നല്ല തമ്പ് കൊടുത്തിട്ട് വരും. എങ്ങാണ് 1 മിനിറ്റ് ഇപ്പുറത്തോട്ട് വൈകി പോയാലോ, മുസ്ലിയാരെ റമദാൻ കഴിഞ്ഞ് വേറെ വള്ളി നോക്കിക്കോണം, 1 മിനിറ്റ് ഇപ്പുറത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കലിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ കൗമിൽപ്പെട്ട പരിപാടിയാണ്. ഞാൻ വെറുതെ പറയല്ലേ, നമുക്കെവിടെ ഇഖ്ലാസ്? ഇത്ര സ്പീഡിൽ നിസ്കരിക്കുന്ന, അനന്തരം മുതൽ താഴോട്ട് ഓതി വളരെ സ്പീഡിൽ നിസ്കരിക്കുന്ന പള്ളി തെരഞ്ഞു പിടിച്ച് പോയിട്ട് പോലും 2 റക്അത്ത് കഴിയുമ്പോൾ നോട്ടോ എങ്ങോട്ടാ? ഫ്രണ്ടിലെ ക്ലോക്കിലോട്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും ഒരു 4 റക്അത്ത് കഴിഞ്ഞ് നോക്ക് ഹാജിയാരി, അല്ല ഒരു 10 കഴിഞ്ഞ് നോക്ക്. അതില്ല, ഈ 2 റക്അത്ത് കഴിയുമ്പോഴും മൊബൈലിൽ ഇതെടുത്തിട്ട് ലൈറ്റ് അടിച്ചിട്ട് നോക്കല്ല, വാച്ച് നോക്കല്ല, ഫ്രണ്ടിലെ ക്ലോക്കിലേക്ക് നോക്കും. ഏതെങ്കിലും ഒരു റക്അത്തിൽ അമ്യുക്കനില്ലതി ഓതി, സൂറത്തുൽ ബയ്യിന ഓതി ഒരല്പം കയറിപ്പോയെങ്കിൽ അല്ലാഹ് 1 മിനിറ്റ് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വിഷമമായവന്. അടുത്ത റക്അത്തിൽ മുസ്ലിയാർ കറക്റ്റ് ചെയ്യുമായിരിക്കും സ്പീഡ് എന്ന് ഓർത്ത് പോകുമ്പോൾ പിന്നെ അടുത്ത റക്അത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൈയിട്ട്. അന്നെങ്ങാനും 2 മിനിറ്റ് നേരത്തെ ആയിപ്പോയി, അല്ലെ വൈകിപ്പോയാൽ, നേരത്തെ ആയിപ്പോയി ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഇന്നത്തെ പോലെ അങ്ങ് പോയ റാഹത്തായിരുന്നു എന്ന് പറയാം. നാളെ രാവിലെ പണിക്ക് വേണ്ട എന്ന് പറയും. എന്നിട്ട് പള്ളിയുടെ വാതിൽക്ക് 1.5 മണിക്കൂർ കഥ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പള്ളിക്കകത്ത് നിസ്കരിക്കാനാ മടി. നമ്മുടെ അവസ്ഥ പറയാനാണ് ഒരുപാട്. റമദാനിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. മാഷാ അല്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ വർഷങ്ങളായിട്ട് ഖത്ം ഓതുകയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എത്ര സഫുണ്ട് നിസ്കരിക്കാൻ? എത്ര പേരുണ്ട്? എത്ര സഫുണ്ട്? അത് പറയണം. അവിടെ ഞാൻ പറഞ്ഞ അലന്തരം ഓടുന്നിടത്തോട്ട് ഓടുവെന്ന് അറിയാൻ വേണ്ടിയാണ്. എത്ര സഫുണ്ട്? 3 സഫുണ്ടാ? 4. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അനങ്ങാത്ത ഇവിടെ ഉള്ളവരാരും ഇല്ല. ഇവിടെ നമ്മുടെ പള്ളിയിലെ കഥ പറഞ്ഞവരാണ്. കരുനാപ്പള്ളി പള്ളി ജുമാക്കാൻ പുറത്തുനിന്നാണ് വരുന്നത്. പള്ളി ആ മഹലിലുള്ളവർ കുറവായിരിക്കും എന്ന് പറഞ്ഞവരെയാണ്. നമ്മുടെ ജമാഅത്ത് തന്നെയല്ലേ ഇതല്ലേ? അല്ലേ നിങ്ങളൊക്കെ അനങ്ങാത്ത? വേറെ മഹല്ല പ്രവാസികളുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ല ഈ മഹല്ലത്തിലുള്ളവരില്ലേ? ഉണ്ട്. പിന്നെന്താ? അതാ ഞാൻ ചോദിച്ചത്. പ്രവാസികളാണെങ്കിൽ ഈ മഹല്ലത്തിലുള്ളവരില്ല, അതാ ചോദിച്ചത്. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, തിങ്കളും വ്യാഴവും ആഴ്ചയിൽ ഉയർത്തപ്പെടും. എല്ലാ ആഴ്ചയിലും അമീറിനെ ഉയർത്തപ്പെടുന്നതാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വർഷത്തിൽ ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വർഷത്തിൽ ഉയർത്തും. അപ്പൊ 3 നമ്മൾ പറഞ്ഞു. ആഴ്ചയിൽ ഡെയിലി ഉയർത്തുന്നത് സുബൈ കഴിഞ്ഞും അസ്ർ കഴിഞ്ഞു. ആഴ്ചയിൽ ഉയർത്തുന്നത് തിങ്കളും വ്യാഴവും. എല്ലാ വർഷത്തിലും ഉയർത്തുന്നത് ശഅബാൻ മാസം. ശഅബാൻ മാസം അതുകൊണ്ട് നബിതങ്ങൾ ഫുൾ നോമ്പിലായിരുന്നു. അടുപ്പിച്ച് നോമ്പ് പിടിക്കും നബിതങ്ങൾ. നബിയുടെ ശൈലിയിൽപ്പെട്ടതാണ്, നബിയുടെ ആദത്തിൽപ്പെട്ടതാണ്. ആദത്തിൽപ്പെട്ടെങ്കിൽ മാത്രമേ ശഅബാൻ 15-ന് ശേഷം നോമ്പ് പിടിക്കാൻ തന്നെ പാടുള്ളൂ. അങ്ങനെയാണല്ലോ ഫത്വൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, യഹ്റുമു
അവന്റേതാകുന്ന പതിവ് അങ്ങനെയല്ല എങ്കിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും ഷാബാന്റെ തുടക്കം മുതൽക്ക് അങ്ങ് അവസാനം വരെ നോമ്പ് പിടിക്കല അവന്റെ പതിവ്. അങ്ങനെയുള്ളവർക്ക് ഷാബാൻ 15 നോമ്പ് ശേഷവും നോമ്പ് പിടിക്കാം, പ്രശ്നമല്ല. അല്ലാത്തവർ 15 കഴിഞ്ഞ് അവർ റമളാനിന് വേണ്ടി ഒരുങ്ങി റെഡിയായി നിൽക്കണം. നോമ്പ് പിടിച്ച് ഇനി വെറുതെ റമളാനിലെ നോമ്പ് കളഞ്ഞു കുളിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണേ എന്ന് ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഇനി അതല്ല, കഴിഞ്ഞ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാനുണ്ട് എങ്കിൽ ഖളാ വീട്ടാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ നോമ്പ് പിടിക്കാം, അത് അനുവദനീയാണ്. നേർച്ച നോമ്പുണ്ട്, ആ നേർച്ചയാക്കപ്പെട്ട നോമ്പ്, അപ്പൊ അത് ഫർളാണ്, അത് എത്രയും പെട്ടെന്ന് പിടിച്ചു വിട്ടാൻ വേണ്ടി വേണേ പിടിക്കാം. അല്ലാതെ സാധാരണയ്ക്ക് മുത്തലക്കം സുന്നത്ത് നിലയ്ക്ക് ഇനി അങ്ങോട്ട് നോമ്പ് പിടിക്കാൻ പാടില്ല. ഇനി റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി നിലകൊള്ളേണ്ടതാണ്. പക്ഷെ പരിശുദ്ധ പ്രവാചകന്റെ പതിവിൽപ്പെട്ടതാണ് ശഅബാന്റെ തുടക്കം മുതൽക്ക് അങ്ങനെ നോമ്പ് പിടിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തുഹു വക്സറ സിയാമൻ മിൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല തങ്ങൾ എത്രത്തോളം നോമ്പ് പിടിക്കുന്ന വ്യക്തിയാണെന്നറിയുമോ? വിശുദ്ധമായ ശഅബാൻ കടന്നു വന്നാൽ നോമ്പാണ്, നോമ്പാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. വിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസവും നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് തങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുള്ളത് വിശുദ്ധമായ ശഅബാനിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതുകൊണ്ട് തന്നെ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. വിശുദ്ധമായ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും തങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു ബൈന റജബ വ റമളാൻ. പവിത്രമായ റജബിന്റെ ഇടയിലും പരിശുദ്ധമായ റമളാന്റെ ഇടയിലും പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസമുണ്ട്, അത് ശഅബാനാണ്. ഈ 2 മാസങ്ങൾക്കിടയിലുമുള്ള ശഅബാൻ എന്ന മാസത്തെ പലരും അശ്രദ്ധ വെക്കാറുണ്ട്. സഹാബ, അശ്രദ്ധ പാടില്ല എന്ന് പഠിപ്പിക്കലാണ് ഞാൻ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ലോകത്തിന് അടയാളപ്പെടുത്തുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല റസൂലുള്ള വീണ്ടും പറയുകയാണ്, തുറഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ വഹുവ ശഹ്റുൻ. ഇതൊരു മാസമാണ് സഹാബ, ഇതൊരു മാസമാണ് ഈ ശഅബാൻ. തുറഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ച റബ്ബിലേക്ക് മനുഷ്യന്റെ സർവ്വ അമലുകളും ഒരു വർഷത്തിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ വിശുദ്ധമായ ശഅബാൻ. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സായിമുൻ. വർഷത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നതായി മാസത്തിൽ ഞാൻ എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അമലങ്ങോട്ട് ചെല്ലുമ്പോ ഈ മുഹമ്മദ് എന്ന ഈ വ്യക്തിയുടെ നോമ്പ് അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് എത്തുകയാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഞാൻ ശഅബാനിൽ ഇങ്ങനെ അധികമായി നോമ്പ് നോൽക്കുന്നത്. കാരണം അമൽ ഉയർത്തപ്പെടും വർഷത്തിന്, അങ്ങനത്തെ ഒരു മാസമാണിത്. അമൽ ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായിരിക്കെ എന്റെ അമൽ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുക. കാരണം ആഴ്ചയിൽ അമലിന് ഉയർത്തപ്പെടുന്ന സമയമാണ്. സുബഹിയും അസ്റും പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റു നിസ്കാരങ്ങളെ പോലെയല്ല, നബി എടുത്തു പറഞ്ഞു. കാരണം അശ്രദ്ധ പതിപ്പിക്കാറുള്ള നിസ്കാരമാണ്, ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. കാരണം ആ 2 നിസ്കാരങ്ങൾക്ക് പിന്നിലായിട്ടാണ് ദിവസത്തിൽ നിന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ? അപ്പൊ നോമ്പ് പിടിച്ചാൽ ആരോഗ്യമുണ്ടാകും. സൂമൂ തസിഹൂ. നോമ്പ് പിടിക്കണേ, നോമ്പ് പിടിച്ചാൽ നിങ്ങൾ ആരോഗ്യം വെക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആരോഗ്യം ഉണ്ടാവും.
നോമ്പ് പീഡനമല്ല, നോമ്പ് എന്താണ്? ആരോഗ്യദായകമാണ്. അതാണ് ആദ്യം അടിത്തറ വെക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വഖ്സൂ തഗ്നമൂ, നിങ്ങൾ യുദ്ധം ചെയ്യണേ, സമരാർജിത സമ്പത്ത് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. വഖ്സൂ തഗ്നമൂ, നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടിൻ, എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമരാർജിത സമ്പത്ത്, ഗനീമത്ത് സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിൽ നമ്മുടെ വിഷയം ഇതാണ്. രണ്ടാമത്തെ വാക്ക് ഏത്? ഒന്ന്, യാത്ര പോകും, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടും. രണ്ടാമത്തത്, നിങ്ങൾ നോമ്പ് പിടിക്കൽ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. ആരോഗ്യം. ബദറിൽ ഇറങ്ങി മലക്കുകൾ 10,000, അവർ കൊണ്ട് വാലുകൾ പിന്നിലായി ഒരു മുഴും. ബദറിലേക്ക് റൂട്ട് മാർച്ച് നടത്താൻ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എപ്പോഴാണ്? നോമ്പ് കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷത്തിൽ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ ആഹ്വാനവും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആരോഗ്യമില്ലാണ്ടാണോ പോയി യുദ്ധം ചെയ്തു ജയിച്ചു വന്നത്? യുദ്ധത്തിനിറങ്ങാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, സാദേ, ആദ്യം മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ. ഞാനപ്പോ പറഞ്ഞു എന്റെ മകളുടെ കാര്യം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവിനെ കൊണ്ട് വിളിപ്പിച്ചപ്പോ മസല ചോദിച്ച മസല ഒന്നുമല്ല. ഇതാണ്, ഇപ്പൊ എന്റെ മകള് 10ാം ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതാകുന്ന എന്റെ മകൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ആ നോമ്പ് പിന്നെ എപ്പോഴാ പിടിച്ചു വിട്ടേണ്ടത്? അതാണ് മസല. നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോന്നല്ല അവസരം ചോദിക്കുന്നത്. നോമ്പ് ഒഴിവാക്കാണ്, വേറെ എപ്പോഴാ പിടിച്ചു വിട്ടേണ്ടത്? ഞാൻ പറയാം, പിടിച്ചു വിട്ടുന്നത് പിന്നെ പിടിച്ചു വിട്ടാം. നോമ്പ് മുറിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആര് പറഞ്ഞു? പരീക്ഷ എഴുതുന്ന വിഷയത്തിൽ വലിയ സംഭവമാണ്. അപ്പൊ ഞാൻ ഈ സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒറ്റ ഉദാഹരണേ പറഞ്ഞിട്ടുള്ളൂ. രാവിലെ 7 മണിക്ക് പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന കൃഷിക്കാരൻ വൈകുന്നേരം വരെ ഈ പൊരുവയലത്ത് നിൽക്കാൻ 12 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട് നടന്നാൽ മതി പള്ളിയിലേക്ക്. നമ്മളിങ്ങനെ വേർത്തൊലിക്കും. ഈ സമയത്തും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നതാകുന്ന പാവപ്പെട്ട കർഷകൻ ചുട്ടുപൊഴുത്തതാകുന്ന സ്ഥലത്ത് പണിയെടുക്കുന്നതാകുന്ന വ്യക്തിയോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നോമ്പ് പിടിക്കാനാ പറഞ്ഞിട്ടുണ്ട്. സുഖമില്ലാതെ വന്നു, ആരോഗ്യപരമായി പ്രശ്നം വന്നു, എങ്കിൽ നോമ്പ് നിങ്ങൾക്ക് മുറിക്കാം. നിനക്ക് അനുവദിക്കപ്പെട്ടതാകുന്ന യാത്രയാണ്, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതായ യാത്രയാണ്. അല്ലാതെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ദൃശ്യം കാണാൻ വേണ്ടി പോയതാണ്. വേറെ തന്നെ താമസവും പ്രൈം മീഡിയയിൽ സാധനം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഒരു തന്നെ അവിടം വരെ പോയതാ. പോകുന്ന വഴിക്ക് തളർന്നിട്ട് അല്ലോ വടച്ചോൻ കാത്ത് ശരി വെള്ളം കുടിച്ചേക്കാം. മുസ്ലിയാർ പണ്ട് പറഞ്ഞായിരുന്നു യാത്ര പോവാണെ വെള്ളം കുടിക്കാന്ന്. പൊന്നു, അപ്പൊ ആ വെള്ളമല്ല ഈ പറയുന്നത്. ഇത് യാത്ര ഏതാണ്? ഹലാലായ യാത്രയാകണം, അനുവദിക്കപ്പെട്ട യാത്ര. എങ്കിൽ നിനക്ക് പ്രയാസമുണ്ട്, എങ്കിൽ നിനക്ക് അനുവദിക്കപ്പെട്ട യാത്രയെ വളരെ ക്ലേശകരമാകുന്ന സന്ദർഭത്തിൽ നോമ്പ് തുറക്കാം. മുറിക്കൽ അനുവദനീയമാണ്. രോഗാതുരമായ അവസ്ഥ വന്ന് ബുദ്ധിമുട്ടാണ്, മുറിക്കൽ അനുവദനീയമാണ്. ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ വേറെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാ ശരിയാകുന്നത്? SLC പ്ലസ് പരീക്ഷ എഴുതുമ്പോൾ, +2 പരീക്ഷ എഴുതുമ്പോഴത്തേക്കും മക്കൾ നോമ്പ് ഒഴിവാക്കുക. ഞാൻ പറയും, നല്ല സൗകര്യത്തിൽ റാഹത്തായിട്ട് നല്ല കെട്ടിടത്തിനകത്ത് പോയിരുന്ന് മെമ്മറിക്കകത്തുള്ള എടുത്ത് എഴുതിയാൽ മതി. തലയിൽ വലിയ ഡെസ്കും ബെഞ്ചും വെച്ചൊന്നും എഴുതണ്ട, ക്ലേശിക്കണ്ട, ബുദ്ധിമുട്ടണ്ട. തലയെ കിടക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് എഴുതിയാൽ മതി. അല്ലേ? ഒരു പ്രയാസവും ഇല്ല. പക്ഷെ നമ്മൾ ഈ 2-3 മണിക്കൂറുള്ളത് ഈ വിഷയത്തിന് വേണ്ടി വർഷത്തിൽ അള്ളാഹു നൽകുന്ന മഹനീയമാകുന്ന ഈ നോമ്പിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ നോമ്പങ്ങ് പിടിച്ചു വിട്ടണ്ട. ദുന്യാവ് മതി എന്ന ലക്ഷ്യത്തിൽ, അതല്ലേ അതിന്റെ ലക്ഷ്യം? ഈ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുന്നവിടെയാണ്? ആഖിറത്തിലാണോ? ദുന്യാവിലല്ലേ? ആഖിറത്തിലേക്കും കൂടി നമുക്ക് ഉപയുക്തമാകണമെങ്കിൽ തീർച്ചയായും നോമ്പ് അനുഷ്ഠിക്കാൻ അതിലെ ഗുണം ഉണ്ടാവുള്ളൂ. നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ട് എഴുതി അതിലൊരു ബർക്കത്തുണ്ടാവും. അൽഹംദുലില്ലാഹ് അങ്ങനെ പറഞ്ഞു, അവരങ്ങനെ ചെയ്യുള്ളതെന്ന് ഉറപ്പും പറഞ്ഞു. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിത് അവരെ ഒരു ഉദാഹരണമാക്കി പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തല്ല, മറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും മക്കളെ നോമ്പ് പിടിപ്പിക്കാതിരിക്കുന്ന രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ടാവും. പിന്നെ ആളുകൾ നിസ്സാരമായിട്ടാണ് നോമ്പ്, കാരണം തിന്നാതെയും കുടിക്കാതിരിക്കല്ലേ നോമ്പെന്നാണ് ചിലരുടെ ധാരണ. അല്ല, നോമ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. അങ്ങനെ നോമ്പല്ല, സ്വീകാര്യതയല്ല. പഠിച്ചു വെക്ക്. എന്തിനാ നോമ്പുള്ളത്? നോമ്പെന്തിനാണ്? നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നേരത്തെ പറഞ്ഞു, ആരോഗ്യം വീണ്ടെടുക്കാനാണ്. രണ്ടാമത്തെ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാപം പൊറുപ്പിക്കാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ രണ്ട് ജാതിയാണ്. സാധുമാരുടെ ഭാഷയിൽ പറഞ്ഞ രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് വൻ പാപങ്ങൾ, മറ്റൊന്ന് ചെറുപാപങ്ങൾ. വൻ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ നസൂഹായ തൗബ വേണം. നാഥനായ റബ്ബിലേക്ക് തൗബയുടെ ഘടകങ്ങൾ ചേർത്ത് വെച്ചുള്ള തൗബ വേണം. എന്താണെന്ന് പറഞ്ഞുതരാം. ചെറുപാപങ്ങൾ പൊറുക്കണമെങ്കിൽ നന്മകൾ ചെയ്താൽ പൊറുക്കും. ചില നന്മകൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ നന്മകൾ ചെയ്താൽ ചെറുപാപങ്ങൾ പുറത്തു കിട്ടും. അതിൽപ്പെട്ടതാണ് നോമ്പ് പിടിച്ചാൽ പാപങ്ങൾ അല്ലാഹു പുറത്തു. മുൻ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ സാമ റമദാന ഈമാനം വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഈമാനൻ അല്ലാഹുവിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ തീർന്നില്ല വഹ്തിസാബൻ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പനുഷ്ഠിച്ചാൽ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആരൊരുവൻ നോമ്പനുഷ്ഠിച്ചോ തീർച്ചയായും അവന് നൽകുന്നത് അവൻ ചെയ്തു വെച്ച മുൻ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്തിസാബൻ എന്നാണ്, കൂലി പ്രതീക്ഷിച്ചു വേണം. അല്ലാതെ എന്തല്ല, ചിലര് നോമ്പ് പിടിക്കുന്നതിൽ ഏകദേശം ഒരു 30% ആളുകളുടെ ഉദ്ദേശം എന്താ, വെയിറ്റ് കൂടി 100 കിലോ ആയി, എങ്ങനെയെങ്കിലും തടിയൊന്ന് കുറയ്ക്കാം, റമദാൻ വരുന്നുണ്ടാ, കുഴപ്പമില്ല, ഒന്ന് കീറ്റോ ഡയറ്റ് എടുത്തേക്കാം, LCHF ഡയറ്റ് എടുക്കാം, അരിയാഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് മട്ടനും ചിക്കനും കുറച്ച് പച്ചക്കറിയും മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാം, അപ്പൊ ഒന്ന് വെയിറ്റ് കുറയ്ക്കാം. നോമ്പിന്റെ ഉദ്ദേശം അങ്ങനെയായെങ്കിൽ ആ ഉദ്ദേശം കരഗതമാവും, വെയിറ്റ് കുറയും, കൂലിയൊന്നും ഉണ്ടാവൂല. അല്ലാഹു ആക്കട്ടെ. മനുഷ്യന്റെ നിയ്യത്ത് അങ്ങനെയാകണം. ഓരോ നന്മകളും അങ്ങനെ തന്നെയാണ്. എന്താണോ നിയ്യത്ത് അതനുസരിച്ച് കിട്ടുള്ളൂ. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. എന്താണ് നിയ്യത്ത് അതനുസരിച്ച് തൗഫീഖ് ഉണ്ടാവും, അതനുസരിച്ച് പ്രതിഫലം ഉണ്ടാവും. അപ്പൊ നിയ്യത്ത് നന്നാക്കണം. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച നോമ്പുകാരന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹു എനിക്ക് ലഭിക്കണേ എന്ന ലക്ഷ്യപ്രാപ്തിയോടുകൂടി താല്പര്യത്തോടുകൂടി നോമ്പനുഷ്ഠിക്കണം. അതിലൊന്നാണ് പാപം പൊറുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരോഗ്യം വീണ്ടെടുക്കുക, അതിന് നിയ്യത്തല്ല വിഷയമല്ല, അത് നിയ്യത്ത് വെക്കാം, പക്ഷെ അതുകൂടി ഉൾപ്പെടുത്തണം. എന്റെ വെയിറ്റ് ലോസ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് നോമ്പ് പിടിക്കലല്ല. ആരോഗ്യമുണ്ടാകണം. പ്രവാചകൻ പറഞ്ഞതുപോലെ പാപം പൊറുപ്പിച്ചെടുക്കണം. വേറെ എന്തൊക്കെ ഘടകങ്ങൾ പ്രവാചകൻ ഇതിൽ എണ്ണിയിട്ടുണ്ടോ അതെല്ലാം എനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നോമ്പ് പിടിക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കാൻ വേണ്ടി നോമ്പ്, അങ്ങനെ നോമ്പ് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സത്യത്തിൽ പിഴവ് വരുത്തുന്നവർക്ക് നോമ്പ് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ. ചില ആളുകൾ സത്യം ചെയ്യും, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്യാം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ പള്ളിക്ക് ഇത്ര കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വലിയ ഗരിമ വെക്കും, വലിയ സംഭവമായിട്ട് പറയും. പിന്നെ അള്ളാഹ് വഴിക്ക് കാണൂല, അജിയാരെ വിളിച്ചാൽ ഫോൺ എടുക്കൂല, മിസ് കോൾ അടിച്ചൊന്നുമില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോയി കണ്ട വീട്ടുകാരോട് പറയും, മക്കളെ തന്നെ പറഞ്ഞു വിടുകയാണ്, എന്ത് വാപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാം. അവൻ അങ്ങോട്ട് പോയിട്ട് പറയും, വാപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറയും. അങ്ങനത്തെ മക്കളുമുണ്ട്, അങ്ങനത്തെ സൈസുണ്ട്. ചിലപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. ചില പിള്ളേർ അങ്ങനെയും പറയുന്നത്, വാപ്പ അവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതാ അവസ്ഥ. ഏതും ആയിക്കോട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾക്ക് എന്താ പറയാ, അനക്കമില്ല, അതെന്ത് പറ്റി, ക്ഷീണം പോലെ പ്രവാസികൾക്ക് ക്ഷീണമുണ്ടോ? അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, തങ്ങൾ പറയുന്നു, സത്യത്തിൽ പിഴവ് വരുത്തിയതാകുന്ന ആളുകൾക്കുള്ളതാകുന്ന ചില നിയമ നടപടികൾ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവിടെയും നോമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രായച്ചിത്തമായിട്ട്. എന്ന് പറഞ്ഞാൽ പാപം പൊറുപ്പിക്കാൻ കാരണമായിട്ട് നോമ്പിനെ അള്ളാഹു പറയുന്നുണ്ട്. ഖുർആൻ സൂറത്തുൽ മാഇദ മറിച്ച് നോക്കി. بسم الله الرحمن الرحيم لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم
عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم فاحفظوا أيمانكم. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ബോധമില്ലാതെ സത്യം ചെയ്യുന്ന ആളുകളില്ലയോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഇന്നത് ചെയ്യാമെന്ന ബോധത്തോടു കൂടി പറയുന്നവരെ വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ, ബോധത്തോടുകൂടി സ്വബോധത്തോടുകൂടി ലോകത്തിന്റെ നെറുകയിലേക്ക് നിന്നുകൊണ്ട് വാഗ്ദാനങ്ങളുടെ പെരുമറകൾ പറയുന്നവരെ അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് സത്യത്തിൽ പിഴവ് വരുത്തിയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പഠിപ്പിക്കുകയാ, അവർ 4 രീതിയിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ആദ്യമായി ഖുർആൻ പറയുന്നത്, ആദ്യമായി ചെയ്യാൻ പറഞ്ഞത് 10 പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക് നിന്റെ കുടുംബത്തിൽ നീ കഴിക്കുന്നതാകുന്ന മീഡിയം ആഹാരമുണ്ടല്ലോ അതവർക്ക് നൽകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കഴിയുന്നില്ല എങ്കിൽ 10 പാവപ്പെട്ടവർക്ക് വസ്ത്രം നീ കൊടുക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ 3ാമത്തെ ഓപ്ഷൻ അല്ലാഹു നൽകുകയാ, ഔ തഹരീറു റഖബ, ഒരടിമയെ സ്വതന്ത്രനാക്കലാണ്. അത് അടിമ സമ്പ്രദായം ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 3ാമത്തെ ഓപ്ഷനായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം. 10 പാവപ്പെട്ടതാകുന്ന ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ അവർക്ക് വസ്ത്രം കൊടുക്കലാണ്. പാവപ്പെട്ട 10 പേർക്ക് വസ്ത്രം നൽകലാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിലകൊള്ളുന്നവർക്ക് വസ്ത്രം നൽകലാണ്. അതിനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫസിയാമു 3 അയ്യാം,